ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനിതാ കമ്മീഷൻ സൂര്യയെയും ഭാവനയെയും വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഭാവനയും സൂര്യയും സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത്? ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നായത്. എങ്ങനെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വനിതാ കമ്മീഷൻ അവരോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ കൂടെയാണോ മാനസ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. സൂര്യയും മാനസയും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പന്തൽ വരെ വന്നല്ലോ, പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് ഭാവനയും സൂര്യയും ഒന്ന് ഉത്തരം മുട്ടി പോകുകയാണ്. അങ്ങനെ ഭാവന പറയുകയാണ്, അത് മാനസയുടെ അച്ഛനും അമ്മയും കൂടി ചെയ്ത പണിയാണ്. അവർ ചതിയിലൂടെയാണ് ആ വിവാഹം നടത്താൻ നോക്കിയത്. അപ്പോൾ വനിതാ കമ്മീഷൻ ഭാവനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു തവണ അബോർഷൻ ആയതിന്റെ ശേഷം ഭാവന ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഞാനൊരു അമ്മയാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഭാവന ഒരു നഴ്സല്ലേ, എന്നിട്ടാണോ മാനസയെ സരോഗസി വഴി ഗർഭധാരണം ഉണ്ടാക്കിയത്? ഇതൊക്കെ തെറ്റല്ലേ? അതിന് കൂട്ടുനിൽക്കാൻ ഭാവന പാടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയണ, ഒരിക്കലും മാനസയെ ഞങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയണ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പരാതിയിൽ അങ്ങനെയാണല്ലോ മാനസയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്തൊക്കെ ഭാവന ഉറച്ചു പറയുകയാണ്, ആ പരാതി വ്യാജമാണ്. അപ്പോൾ അവർ തെറ്റായ പരാതിയാണ് ഇവിടെ തന്നത് എന്നാണോ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്ന് വീണ്ടും ചോദിക്കട്ടെ. ആ സമയത്തൊക്കെ സൂര്യയും ഭാവനയും ഉറച്ച മനസ്സോടെ പറയുകയാണ്, അതെ മേഡം, മാനസയുടെ അച്ഛനും അമ്മയും ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരാതി തന്നിട്ടുള്ളത്. അല്ലാതെ അവർ പറയുന്നത് പോലെ അവരുടെ മകളെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് നിർബന്ധിച്ചിട്ടില്ല. വിവാഹം കഴിയാത്ത മാനസ എങ്ങനെ ഗർഭം ധരിച്ചു എന്ന് ചോദിക്കുകയാണ്. ഭാവന പറയാണ്, അവൾ ഒരു പ്രണയത്തിലാണ്, അവൾക്ക് ഒരു പയ്യനെ ഇഷ്ടമാണ്, അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ല, മാനസയ്ക്കാണ് ബാക്കിയുള്ളത് അറിയൂ എന്ന് പറയട്ടോ. അങ്ങനെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് വനിതാ കമ്മീഷന് ഇവർ പറയുന്നതിലൊക്കെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എന്നിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും പറഞ്ഞയച്ച ശേഷം മാനസയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാനസയാണെങ്കിലും നല്ല പേടിയോട് കൂടിയിട്ടാണ് വനിതാ കമ്മീഷന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് മാനസയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞ് ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത്രയും വർഷങ്ങളോളമായി താമസിച്ചത് എന്ന് പറയട്ടോ. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയി താമസിക്കാത്തത് എന്ന് മാനസയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മാനസ പറയാണ്, എനിക്കൊരു പ്രണയമുണ്ട്, ഒരാളുമായി പ്രണയത്തിലാണ്. അക്കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവർ അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ പോയി താമസിക്കാത്തത്. അപ്പോൾ ആൻറ്റി ആവുമ്പോൾ എന്നെ സംരക്ഷിക്കും, അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ മാനസ ഇപ്പോൾ ഗർഭിണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ മേഡം. അങ്ങനെ ഓരോ ചോദ്യങ്ങളും വനിതാ കമ്മീഷൻ ചോദിക്കുന്ന സമയത്ത് മാനസ നല്ല പേടിയോട് കൂടിയിട്ടാണ് ഉത്തരം മുട്ടിയത് പോലെയാണ് ഓരോന്നിനും ഉത്തരം കൊടുക്കുന്നത്. ആ സമയത്തൊക്കെ വനിതാ കമ്മീഷനിൽ മാനസ പറയുന്നതിലെല്ലാം കള്ളമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനസയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മാനസയ്ക്ക് അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ്. ആരുടെ പേര് പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെയാണ് ആ സമയത്ത് മാനസ ചിന്തിക്കുന്നത്. അങ്ങനെ വനിതാ കമ്മീഷൻ്റെ മുന്നിൽ ഉത്തരം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മാനസ പെട്ടെന്ന് അങ്ങ് ബോധം കെട്ടു വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കമ്മീഷൻ അവിടെയുള്ള സ്റ്റാഫുകളെ വിളിച്ചു വരുത്തുകയാണ്. എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് എന്നുള്ള കാര്യമൊക്കെ നോക്കുകയാണ്. അങ്ങനെ മാനസയും കൂട്ടി ഭാവനയും സൂര്യയും ജയനിർമ്മലയും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭാവന വീട്ടിലെത്തിയ ശേഷം മാനസയോട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടായേനെ, നിനക്ക് ബോധം കെട്ട് വീണില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി എല്ലാത്തിനും ഒരു തീരുമാനമായേനെ. ഇപ്പോൾ മാനസ കൊടുത്ത മൊഴി ഒന്നും തന്നെ വനിതാ കമ്മീഷൻ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നാളെ നിന്നോട് ഉറപ്പായും കുറച്ച് സ്ട്രോങ് ആയ ചോദ്യങ്ങളാവും ചോദിക്കാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം നീ തന്നെ കൊടുക്കണം, അതും നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. വനിതാ കമ്മീഷന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞതെല്ലാം കളവാണെന്നുള്ളതും നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് സത്യമാണെന്നുള്ളതും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 പേരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയണം. അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലയും മാനസയും ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനസ, നീ സൂക്ഷിച്ചു വേണം നാളെ കമ്മീഷന്റെ മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിന്നോട് ഉറപ്പായും ചോദിക്കും, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളതും അയാളുടെ പേര് പറയാനും പറയും. അതുകൊണ്ട് നീ അതിനുള്ള ഉത്തരം നല്ല സൂക്ഷിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഭാവന. അത് കേൾക്കുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പിടികൊടുക്കാൻ പോകുന്നില്ല, എൻ്റെ അച്ഛനെയും അമ്മയും എന്ത് തന്നെ ചെയ്താലും ഞാൻ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല, ഇതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, ഇത് ഞാൻ പിടിച്ചു നിൽക്കും. അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം ആദ്യം നന്നാവട്ടെ, എന്നിട്ട് മതി എൻ്റെ കാര്യത്തിലൊക്കെ അവർ ഒരു തീരുമാനമെടുക്കുന്നത്. ആദ്യം അവർ ചെയ്തതെല്ലാം തന്നെ അവർക്ക് തെറ്റാണെന്നുള്ള കുറ്റബോധം
കുറ്റബോധം വരട്ടെ, എന്നിട്ട് മതി എനിക്ക് വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി ഒന്നും തന്നെ അവർ ചെയ്യേണ്ട. അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള കുറ്റബോധം അവർക്ക് തോന്നട്ടെ, എന്നിട്ട് മതി എൻ്റെ കൂടെ അവർ താമസിക്കലും ഞാൻ അവരെ കാണലും ഒക്കെ എന്നൊക്കെ മനസ്സ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭാവനയോട് പറയുന്നുണ്ട്, നാളെ ഉറപ്പായും ഇതിന് ഞാനൊരു തീരുമാനം കമ്മീഷന്റെ മുന്നിൽ കൊടുത്തിരിക്കും. പോലീസിനോട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ പ്രണയിക്കുന്ന ആളാണെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, ഇതിൽ ഞാൻ പിടി കൊടുക്കുകയില്ല എന്നൊക്കെ മാനസ ഭാവനയോടും സൂര്യയോടും ജയനിർമ്മലയോടും പറയുകയാണ്. ഈ സമയത്ത് ഗായത്രി ആണെങ്കിലോ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്താവും ഇനി വനിതാ കമ്മീഷന്റെ മുന്നിൽ ഭാവനയും സൂര്യയും ഒക്കെ പെട്ടുപോകുമോ, എന്താവും ഉണ്ടാവുക, ഭാവനയുടെ ജീവിതം ഇനി തകർന്നു പോകുമോ എന്നുള്ള ടെൻഷനാണ് ഗായത്രിയുടെ മനസ്സിൽ. അങ്ങനെ ഗായത്രി വെപ്രാളം പിടിച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് ഗായത്രിയുടെ നെറുന്തലയിൽ കയറുകയാണ്. അങ്ങനെ ബഹളം വെക്കുന്ന ആ സമയത്ത് മായ അവിടേക്ക് വരികയാണ്. എന്താ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭാവനയുടെ കാര്യം ആലോചിച്ചതാണ്, ആ സമയത്താണ് വെള്ളം നെറുകിൽ കയറിയതാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോഴത്തേക്കും സേതു വരികയാണ്. എന്നിട്ട് സേതു പറയുന്നുണ്ട്, എനിക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് ടെൻഷൻ ആകുന്നു, ഞാൻ ആ വക്കീലിനെ കണ്ടിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, വക്കീൽ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെയൊക്കെ ശ്രമം. അങ്ങനെ ആവുമ്പോൾ ഭാവനയ്ക്ക് പിന്നെ അവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത്? സൂര്യ അച്ഛനും മാനസ അമ്മയും ആയിക്കഴിഞ്ഞാൽ ഭാവനയ്ക്ക് പിന്നെ അവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത്? ഭാവന പിന്നെ അവിടെ നിൽക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉണ്ടാവുക? എനിക്കിതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്നൊക്കെ സേതു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗായത്രിയും ഒന്നങ്ങ് ഷോക്കാവുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, മാനസ ഒരിക്കലും ഭാവനയെ ചതിക്കില്ല, എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അല്ല ഇനിയിപ്പോൾ കമ്മീഷന്റെ മുന്നിൽ എന്താണ് മാനസ പറഞ്ഞത് എന്ന് സേതുവിനോട് ചോദിക്കുക. സേതു പറയണേ, ഇപ്പോൾ വനിതാ കമ്മീഷന്റെ മുന്നിൽ മാനസ പറഞ്ഞിട്ടുള്ളത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഞാനും സേതുവേട്ടാ പറഞ്ഞത്. മാനസ ഒരിക്കലും ഭാവനയെ ചതിക്കില്ല. സേതു പറയണ, അതിന് വനിതാ കമ്മീഷൻ മാനസ ഇപ്പോൾ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല. നാളെയാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലും, നാളെയാണ് വിചാരണ വരുന്നതും. മാനസയോട് ഉറപ്പായും വനിതാ കമ്മീഷൻ ചോദിക്കും, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ പേരെന്താണെന്നുള്ളതും അയാളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ആവും ചോദിക്കുക. ആ സമയത്ത് മാനസ ഉറപ്പായും അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരുടെ പേരാവും അവൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക? സൂര്യയുടെ പേരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആവില്ലേ എന്ന് സേതു പറയട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ പുറമെ നിന്നും ആരെങ്കിലും അവൾ പറഞ്ഞാൽ മതിയായിരുന്നു, വേറെ ആരെയെങ്കിലും അവർ കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്ന് ഗായത്രി സേതുവിനോട് പറയുകയാണ്. എന്നിട്ട് ഭാവനയ്ക്ക് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിളിക്കേണ്ട, ഇപ്പോൾ ഭാവനയും സൂര്യയൊക്കെ നല്ല ടെൻഷനിലാവും എന്ന് സേതു പറയുകയാണ്. പിന്നീട് ഭാവനയും സൂര്യയും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അമ്മ കാരണം വന്നതാണ്, ഇപ്പോൾ നമ്മളാണ് ഇതിലൊക്കെ മുങ്ങിത്താവുന്നത്, അമ്മയ്ക്ക് എന്താ ഒരു കുഴപ്പവുമില്ലല്ലോ എന്നൊക്കെ സൂര്യ ഭാവനയോട് പറയണം. ആ സമയത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് കാര്യമില്ലല്ലോ, ഇതിനൊരു തീർപ്പുണ്ടാക്കുക തന്നെ വേണം. മാനസയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിന് പിടികൊടുക്കാൻ പാടില്ല. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നമ്മളാണെന്നുള്ളത് ഒരിക്കലും അവരറിയരുത് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോഴേ അനാഥയായിട്ട് ജനിക്കാനും പാടില്ല. പ്രതിസന്ധി നമുക്ക് തരണം ചെയ്തേ മതിയാവൂ. മാനസ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് എന്ന് സൂര്യയും ഭാവനയും കൂടി പറയുകയാണ്. പിന്നീട് സീതയും അജയനും കൂടി നേരെ അനിരുദ്ധിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. നമ്മൾ ഉറപ്പായും ജയിക്കുമെന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്തുകയും അത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ആ ഒരു സത്യം തെളിയുക തന്നെ വേണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അനിരുദ്ധം പറയുന്നുണ്ട്, ഉറപ്പായും നമ്മൾ തന്നെ വിജയിക്കും, ആ വക്കീൽ അത്രയ്ക്ക് മിടുക്കനാണ്. പിന്നെ ഭാവനയോടും സൂര്യയോടും അയാൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു വൈരാഗ്യവുമുണ്ട്, അതിൻ്റെ പേരിൽ നമ്മൾ തന്നെ ജയിക്കും, സൂര്യയും ഭാവനയും ഉറപ്പായും ജയിലഴിക്കുള്ളിലാവുകയും ചെയ്യും എന്നൊക്കെ അവർ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്.